ആദ്യമായിട്ട് കണ്ടതാണ്. കാഴ്ചമംഗലത്തിലും കണ്ടിട്ടുണ്ട്, പിന്നെ ടിവിയിലും കണ്ടിട്ടുണ്ട്. പക്ഷെ നേരിട്ട് കണ്ടത് ഇന്നലെയായിരുന്നു, വൈകുന്നേരേക്ക്. എല്ലാരും കിടന്നുറങ്ങായിരുന്നു. ഞങ്ങൾ ഉറങ്ങി. ചേച്ചിയുടെ ഭർത്താവ് ഉണ്ടായിരുന്നു വീട്ടില്. അപ്പൊ ഏട്ടൻ വന്നിട്ട് പെട്ടെന്നൊരു സൗണ്ട് കേട്ടു, നായന്റെ സൗണ്ട് കേട്ടു. അപ്പൊ എന്താ നോക്കി നമുക്ക് നേരത്തെ അറിയാലോ, നായനെ കൊണ്ടുപോകണമെന്ന് നേരത്തെ അറിയാം. ഇവിടെയൊക്കെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങള് ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താ പുലി എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പൊ ഏട്ടൻ ചെറിയ സൗണ്ട് കേട്ടപ്പോ ജസ്റ്റ് ജനലിൽ കൂടെ വന്ന് നോക്കിയതാണ്. നോക്കുമ്പോഴാണ് പുലി നായിനെ പിടിച്ചിട്ട് നിന്നിട്ട് അതിന് കൊടയായിരുന്നു, നായിനെ പിടിച്ച് കൊടയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ചേച്ചിനെ വിളിച്ചു. അത് ഞങ്ങൾ മെല്ലെ വന്ന് തട്ടി വിളിച്ചിട്ട് സൗണ്ട് ഉണ്ടാക്കണ്ട, സാധനം ഇങ്ങനെ വന്ന് ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട് പറഞ്ഞു. ഞങ്ങൾ ജനലിൽ കൂടെ നോക്കി, ഫോണിൽ വീഡിയോ എടുത്തു. അത് കഴിഞ്ഞിട്ടാണ് അച്ഛനെ മെല്ലെ വിളിച്ചത്. ഒരുപാട് സൗണ്ട് ഉണ്ടാക്കണമുണ്ട്. പിന്നെ അച്ഛൻ ഡോർ തുറന്ന് നിലവിളിക്കായിരുന്നു. അപ്പൊ നായനിട്ടിട്ട് ഓടിയത്. പക്ഷെ ഇപ്പൊ പുലിനെ എങ്ങനെയെങ്കിലും പിടിക്കണം. ഇതിപ്പോ ഞങ്ങൾ കുറെ കാലം ഇന്നല്ല തുടങ്ങിയതല്ല, അത് കുറെ കാലം ഞങ്ങൾ പറയാൻ തുടങ്ങിയിട്ട്. പിന്നെ നമ്മുടെ മൈത്രി ആ മോൾ ഭാഗത്ത് ഓമന എന്നുള്ള അവരുടെ വ്യക്തിന്റെ വീട്ടിൽ വന്നിട്ട് ആയക്കുട്ടികളിലെയും വലിയ നായിനെ എല്ലാം പിടിച്ചിട്ട് പോയി. പിന്നെ അവർ വീട്ടിൻ്റെ ഉള്ളിൽ ഒരു നായ ഉണ്ടായിരുന്നു, അതിനും കൂടെ കഴിഞ്ഞ മാസം വന്ന് പിടിച്ചിട്ട് പോയതാണ്. ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പേടിയുണ്ട്. പക്ഷെ അവർ കാട്ടിനുള്ളിലെ ഞങ്ങൾ ഇരിക്കുന്നതാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ആൾപെരുമാറ്റമുള്ള സ്ഥലങ്ങളിൽ പുലി ഇങ്ങനെ വരുന്നു പറയുമ്പോൾ കുട്ടികൾ വലിയ ആൾക്കാരൊക്കെ രാത്രി 12 മണിക്ക് 11 മണിക്കൊക്കെ ഡ്യൂട്ടിക്ക് അവനവന്റെ വയറ്റിപ്പഴുപ്പിന് പോകണ്ടേ. അത് പോയിട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യുക? അതിനൊരു മാർഗം എന്തെങ്കിലും കണ്ട് തന്നാൽ വേണ്ടില്ലായിരുന്നു. ഇല്ലെങ്കിൽ ഞങ്ങൾ പോസ്റ്റ് ഓഫീസിന് പുറത്ത് പോയിട്ട് അവിടെ ഇരിക്കാൻ ഞങ്ങൾ പോവാണ്. അത് ഒരുങ്ങിയിട്ടാണ് എല്ലാവരും നിൽക്കുന്നത്. അതിനെന്തെങ്കിലും തീരുമാനം എടുക്കാതായാൽ ഇതിന് പ്രശ്നം ഞങ്ങൾ വേറെ ഉണ്ടാക്കും. നല്ല ഭംഗിയായിട്ട് നല്ല വലിപ്പമുണ്ട്. 500 കിലോന്റെ വെയിറ്റ് ഉണ്ട്. ഇവിടുന്ന് പിടിക്കുന്നു, വേറെ അടുത്ത കാട്ടിൽ കൊണ്ടുവിടും. ഇവിടുന്ന് ഒരു പാമ്പെ പിടിച്ചു കഴിഞ്ഞാൽ ഈ പാമ്പിനെ കൊണ്ടുപോയിട്ട് അടുത്ത കാട്ടിൽ വിടും. അത് പിന്നെ അഴിഞ്ഞ് കയറി വരുന്നല്ലേ. ജീവികളെ കൊല്ലാൻ പറ്റില്ല. അപ്പൊ ജനങ്ങള് എല്ലാം മിണ്ടപ്രാണിനെ കണ്ടിട്ട് പേടിച്ചിട്ട് ജീവിക്കും. അത്രയ്ക്കേ ഉള്ളൂ. കാട് 2 സൈഡും കാടാണ്. നമ്മള് സെന്ററിൽ നടുവിൽ താമസിക്കുന്ന ആൾക്കാരാ.